വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നെഹമ്യയുടെ നേതൃത്വത്തിൽ ദൈവകൃപയാൽ ജെറുസലേം മതിലിൻ്റെ പണി പൂർത്തിയായത് കണ്ട അവരുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു. അവർക്ക് ആത്മവിശ്വാസം നശിച്ചു. കർത്താവായ ദൈവത്തിൻ്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി. ജെറുസലേമിലേക്ക് തിരിച്ചു വന്ന പ്രവാസികളുടെ വംശാവലി തയ്യാറാക്കാനുള്ള ദൈവപ്രേരണയാൽ നെഹമ്യയ്ക്ക് ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ ജെറുസലേമിലും യൂദയായ നഗരങ്ങളിലും മടങ്ങിയെത്തിയതായും അവരുടെ പേര് വിവരങ്ങളും കുടുംബ വിവരങ്ങളും അടക്കം 42,360 പേരുകളുടെ വിവരങ്ങളും ഉണ്ടായിരുന്നു. ജനം ഒറ്റക്കെട്ടായി ജലകവാടത്തിന് മുമ്പുള്ള മൈതാനത്തിൽ സമ്മേളിച്ചു. കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരുവാൻ അവർ നിയമജ്ഞനായ എസ്രായോട് ആവശ്യപ്പെട്ടു. അവനത് അവരുടെ മുമ്പിൽ വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. എസ്ര അത്യുന്നത ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനം കൈകളുയർത്തി ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുകയും സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. നിയമം വായിച്ചു കേട്ട ജനം കരഞ്ഞു. അപ്പോൾ നെഹമ്യയും എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. ഇസ്രായേൽ ജനം ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. എസ്രാ തുടർന്നു, അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രഗോളങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു. ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. അവിടുന്നാണ് കൽദായ ദേശമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അബ്രഹാം എന്ന പേര് നൽകിയ ദൈവമായ കർത്താവ്. നെഹമ്യ 9-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.